രാമേന്ദ്ര, അമേരിക്കയും അതേപോലെ ഇറാനും തമ്മിൽ നടക്കുന്ന സമാധാന സംഭാഷണം എന്ന് പറയുന്നത് പൊളിഞ്ഞു എന്നല്ല, 8 നിലയിൽ പൊട്ടി. ഇതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ യുദ്ധ വാർത്തകളെയൊക്കെ ശ്രദ്ധിക്കുകയും അതിൽ നമ്മൾ പലതരം വിശകലനങ്ങളും ഒക്കെ നടത്തി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാമായിരുന്നു ഇത് പൊളിയും എന്നുള്ള കാര്യം. കാരണം ഇതിൻ്റെ അകത്ത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ നിലപാടുകൾ ആത്മാർത്ഥമാണ് എന്ന് നമുക്കൊരിക്കലും തോന്നുമായിരുന്നില്ല. അതുപോലെ തന്നെ ഈ പാകിസ്ഥാനിന് ഈ ഇടനില സമാധാനത്തിൻ്റെ അവധൂതനൊന്നും അല്ലല്ലോ പാകിസ്ഥാൻ. പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമൊക്കെയാണ്. അവർക്കൊക്കെ എങ്ങനെയാണ് സമാധാനം കൊണ്ടുവരാനായിട്ട് കഴിയും എന്ന ഒരു സംശയം ഒരു വശത്തേക്ക് നിൽക്കുന്നുണ്ട്. എന്താണ് ഇനിയിപ്പോൾ ഈ പാകിസ്ഥാൻ ഈ കാര്യത്തിൽ ഇതിൻ്റെ ഒരു ഇടനില വഹിച്ച പാകിസ്ഥാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് സംഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ പെട്ടു എന്നുള്ളതാണ്. ശരിക്ക് അമേരിക്ക, ട്രംപ് പാകിസ്ഥാനെ പെടുത്തി എന്നുള്ളതാണ്. അതായത് ഈ മേഖലയിൽ ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏക രാജ്യം പാകിസ്ഥാനാണ്. അപ്പോൾ നമുക്ക് സൈനിക തന്ത്രം വഴി കാണാവുന്നത് പാകിസ്ഥാൻ ഒരു മധ്യസ്ഥത വഹിച്ചിട്ട് സമാധാനം ഉണ്ടാക്കും എന്ന് ഈ കക്ഷി രാജ്യങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അമേരിക്കയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു പാകിസ്ഥാനെ പെടുത്തണം. കാരണം സൗദിയുമായിട്ട് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട് പാകിസ്ഥാൻ. അതായത് പരസ്പര മറ്റേ സന്ധി, ഏതെങ്കിലും ഒരു രാജ്യം ഒരു രാജ്യത്തിനെ ആക്രമിച്ചാൽ മറ്റേ രാജ്യത്തിനെ ആക്രമിച്ചതായിട്ട് കരുതും. ഇന്ന് 2 രാജ്യങ്ങളും കരുതും, എന്നിട്ട് പരസ്പരം സഹായിക്കും. പക്ഷേ ഈ യുദ്ധത്തിൽ ഇതുവരെ സൗദിയെ പാകിസ്ഥാൻ സഹായിച്ചിട്ടില്ല. ഇനി യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ വരും. സൗദിയെ സഹായിക്കാനായിട്ട് പാകിസ്ഥാൻ യുദ്ധത്തിൽ ചേരേണ്ടി വരും. അതായത് ട്രംപ് ഉദ്ദേശിച്ചിത്രേ ഉള്ളൂ, ഇറാനെതിരെ ഒരു പുതിയ ശത്രുവിനെയും കൂടി ഇറക്കുക. അത് മാത്രമല്ല, അത് പറഞ്ഞു തീർന്നില്ല. അതായത് അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ കക്ഷിയായല്ലോ. കരയുദ്ധത്തിന്, അമേരിക്ക ഇറാനെതിരെ നടത്തുന്ന കരയുദ്ധത്തിന് ഏറ്റവും നല്ല താവളം പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ ഇഷ്ടംപോലെ വ്യോമത്താവളങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നൂർഖാൻ വ്യോമത്താവളത്തിൽ നിന്നാണ് ഇന്ന് രാവിലെ 7:45 അമേരിക്കയിലേക്ക് തിരിച്ചു പറന്നിരിക്കുന്നത് JD വാൻസ്. അത് ആദ്യം മറ്റേ ഫ്ലൈറ്റ് ഡാറ്റയിൽ കാണാമായിരുന്നു പറന്ന് പൊങ്ങുന്നത്. പിന്നീട് ട്രാൻസ്പോണ്ടറൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഡാറ്റ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതെന്തുമാകട്ടെ, സംഭവിക്കുന്നത് കരയുദ്ധത്തിന് പാകിസ്ഥാനെ താവളമായിട്ട് പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങൾ ഇത് മുഴുവൻ ഉപയോഗിക്കും. അതിർത്തി ഉണ്ടല്ലോ ഇറാനിലേക്ക്, പാകിസ്ഥാനിൽ നിന്ന് അങ്ങോട്ട് കടക്കാനും എളുപ്പമാണ്. കരയുദ്ധത്തിലെ ഭടന്മാർക്ക് കടക്കാം, അതുപോലെ വിമാനങ്ങളിൽ കൊണ്ടുപോയി ഇറക്കാം. അതുകൊണ്ട് ഇനി 2028 ഈ യുദ്ധം തീരുന്നു പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതായത് ഇപ്പോൾ അഫ്ഗാൻ അതിർത്തിയിൽ പെട്ടുകിടക്കുന്നു പാകിസ്ഥാൻ, ഇന്ത്യൻ അതിർത്തിയിൽ പെട്ടുകിടക്കുന്നു. മൂന്നാമതൊരു അതിർത്തിയിലും കൂടി പാകിസ്ഥാൻ പെടാൻ പോവുകയാണ്. അതാണ്, അങ്ങനെ പാകിസ്ഥാനെ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമാബാദിൽ സമാധാന ചർച്ച അമേരിക്ക വെച്ചത് തന്നെ. കാരണം JD വാൻസിന് ഈ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് രാജ്യത്തിനെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞു, നമ്മൾ വെച്ച ഒരു ഉപാധിയും ഇറാൻ സമ്മതിച്ചില്ല, അമേരിക്കയുടെ ടേംസ് ഒന്നും അംഗീകരിച്ചില്ല. ഇത് 4 മണിക്കൂർ വൈകിയാണ് ചർച്ച തുടങ്ങിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക്, രാത്രി വൈകിയുമൊക്കെ ചർച്ച നടന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്ന് സ്പീക്കർ ഗാലിബാഫും വിദേശകാര്യമന്ത്രി അരാക്ചിയും പങ്കെടുത്തുന്നു. അപ്പുറത്തുനിന്ന് JD വാൻസ്, ട്രംപിൻ്റെ മരുമകൻ ജെറേദ് കുഷ്നർ, പിന്നെ സ്റ്റീവ് വിറ്റ്കോഫ്, മിഡിൽ ഈസ്റ്റിലെ എൻവോയ്, ഇവരൊക്കെയാണ് പങ്കെടുത്തത്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം ഹോർമുസിൽ അവകാശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് ആവർത്തിച്ചു. അതുപോലെ ആണവ പദ്ധതിയൊന്നും, സമ്പുഷ്ടീകരണം, അതിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല എന്നും ഇറാൻ പറഞ്ഞു. കാരണം വാൻസിനെ അയച്ചത് തന്നെ വാൻസ് ഒരു തീവ്രവാദിയാണ്. അവിടെ നിന്ന് പങ്കെടുത്ത ഗാലിബാഫ് അതിനേക്കാൾ വലിയ തീവ്രവാദിയാണ്. ഇവർ തമ്മിലൊന്നും സമാന്തരങ്ങളില്ല.
അതായത് കൂട്ടുമുട്ടില്ല, സമാന്തരങ്ങള രേഖകളായിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഈ സമാധാന ചർച്ച നടക്കുമ്പോൾ ഹോർമുസിൽ കൂടി യുദ്ധം തുടങ്ങി ആദ്യമായിട്ട് അമേരിക്കയുടെ 2 മിസൈൽ ഡിസ്ട്രോയേഴ്സ് ഹോർമുസിൽ വന്നു. അത് വന്നത് അരമണിക്കൂറിനകം സ്ഥലം വിട്ടില്ലെങ്കിൽ തട്ടിക്കളയും തകർത്ത് കളയുമെന്ന് ഇറാൻ പറഞ്ഞു. എന്നിട്ടാണ് ഇത് പോയത്. ആ 2 മിസൈൽ ഡിസ്ട്രോയേഴ്സ് അമേരിക്കയുടെ വന്നത് ഈ കുഴിബോംബുകൾ വെതറിയിട്ടുണ്ടല്ലോ അവിടെ, അത് മൈനുകൾ അതെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹോർമൂസിലെ മൈനുകൾ മാറ്റാനുള്ള ഒരു ശ്രമം ഈ മറ്റേ സമാധാന ചർച്ചയുടെ ഇടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഈ 14 മണിക്കൂർ ചർച്ച അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി ഇതും നടക്കുന്നതുകൊണ്ട് 14 മണിക്കൂർ ചർച്ച നടന്നു, പൊളിഞ്ഞുപോയി. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത്, മറ്റേ ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ അവിടെ മൈൻ വെതറിയിരുന്നല്ലോ കുഴി ബോംബുകൾ, അത് എവിടെയാണെന്ന് ഇപ്പോൾ അറിയില്ല, എവിടെയൊക്കെയാണെന്ന്. അതിൻ്റെ റെക്കോർഡുകളൊന്നുമില്ല, അത് ചിത്രമെടുത്ത് സൂക്ഷിച്ചിട്ടൊന്നുമില്ല. മാത്രമല്ല പലതും ഫ്ലോട്ടിംഗ് മൈൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അതിൻ്റെ എവിടെയൊക്കെയോ പോയിട്ടൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ കുഴി ബോംബുകൾ ലൊക്കേറ്റ് ചെയ്ത് നീക്കാനായിട്ട് ഇറാന് കഴിയുന്നില്ല എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ബോട്ടുകളിലൊക്കെയാണ് ഈ മൈനുകൾ അവിടെ വിന്യസിച്ചത് കഴിഞ്ഞ മാസം. അപ്പോൾ വച്ച ഇടങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചില സാധനങ്ങളൊക്കെ മൈനുകളൊക്കെ പൊങ്ങിക്കിടക്കുന്നുണ്ടാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അമേരിക്കയോ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇനി കുഴി ബോംബ് നീക്കുക, ഇറാന് നീക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇറാൻ്റെ പൊസിഷൻ. ചർച്ച പൊളിഞ്ഞതോടുകൂടി ഞങ്ങൾ ഹോർമുസ് അടയ്ക്കുകയാണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. അപ്പോൾ ഹോർമുസ് ഇനി കപ്പലുകൾ അവരുടെ കപ്പലുകളൊന്നും പോവില്ല, പഴയതുപോലെ പഴയ അവസ്ഥയിലേക്ക്, വെടിനിർത്തലിന് മുമ്പത്തെ അവസ്ഥയിലേക്ക്. വെടിനിർത്തൽ തന്നെ നടന്നിരുന്നില്ല, ലെബനനിൽ ആക്രമണം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പാകിസ്ഥാൻ ഇനി പേക്കിനാവിൻ്റെ ദിവസങ്ങളാണ്. അവരാകെ ചെയ്തിരുന്നത് ഈ യുദ്ധത്തിനെ അപലപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇന്ത്യൻ അതിർത്തി എന്നുള്ളവയ്ക്ക് പുറമെ ബലൂചിസ്ഥാൻ, പിന്നെ ഖൈബർ പക്തൂൺഖ്വയും ബലൂചിസ്ഥാനും ഒക്കെ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതായത് പാകിസ്ഥാൻ വളരെ ശിഥിലീകരിക്കപ്പെടാനായിട്ടുള്ള സാധ്യതകളാണ് ഈ ഒറ്റ ചർച്ച കൊണ്ട് ട്രംപ് മുന്നോട്ട് വെച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് സംഭവം. അപ്പോൾ ഇറാനിൽ പ്രശ്നം തുടർന്നാൽ ഈ മറ്റേ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിലെ ഏക അമേരിക്കൻ സഖ്യരാജ്യമാണ് പാകിസ്ഥാൻ. ചൈനയൊന്നും കൂടെയില്ലല്ലോ, ഇന്ത്യയൊന്നും കൂടെയില്ല. അപ്പോൾ ഇനി പാകിസ്ഥാൻ വ്യോമതാവളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ്റെ ജനസംഖ്യയിൽ 20% ഷിയാകളാണ്. ഇറാനിലെ ആളുകൾ തന്നെയാണ് 20% അവിടെ ഉള്ളത്. അതാണ് വേറൊരു പ്രശ്നം. ഈ അതിർത്തിയൊന്നും അല്ലാത്ത പ്രശ്നം, ആ 20% ഷിയാകൾ നേരത്തെ തന്നെ അവർ അമേരിക്കൻ എംബസിയൊക്കെ ആക്രമിച്ചതാണ് യുദ്ധം തുടങ്ങിയപ്പോൾ. ഈ ഷിയാകളും അവിടെ മുനീറിനും ഷഹബാസ് ഷെറീഫിനുമെതിരെ കലാപം നടത്തും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ചിതറിത്തെറിക്കാൻ വേറൊരു കാരണം കൂടിയായി. അതുപോലെ അവിടുത്തെ സാമ്പത്തിക അവസ്ഥ, ഈ പെട്രോൾ വിലയൊക്കെ കൂടിയതോടുകൂടി സ്കൂളുകൾ, കലാലയങ്ങളൊക്കെ അടച്ചല്ലോ. ഓൺലൈൻ പഠിപ്പിക്കലൊക്കെയായി. ബസ്സുകൾ, അങ്ങനത്തെ സംഗതിയൊന്നുമില്ല. പെട്രോളിന് ലിറ്ററിന് അവിടെ 361 രൂപയും ഒക്കെ ആയതൊക്കെ ആയിട്ടൊക്കെ നമ്മൾ വായിച്ചിരുന്നതാണ്. അപ്പോൾ അവിടുത്തെ സാമ്പത്തികാവസ്ഥ കട്ടപ്പുകയാണ്. UAE അവർക്ക് കൊടുത്തിരുന്ന കടം അതിപ്പോൾ തിരിച്ച് ചോദിക്കുകയാണ്. അത് ഉടനെ തിരിച്ചു കൊടുക്കും എന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സമാധാന ചർച്ച നടന്ന് എവിടെയെങ്കിലും ഇത് എത്തിയാൽ അമേരിക്കയുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കാം എന്നായിരിക്കും പാകിസ്ഥാൻ കരുതിയിട്ടുണ്ടാവുക. ഇതൊന്നും ഇനി ഈ ആനുകൂല്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ മുനീർ, മറ്റേ ഇറാന്റെ പ്രതിനിധികൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ മുനീർ പട്ടാള വേഷത്തിലാണ് സ്വീകരിച്ചത്. JD വാൻസ് ചെന്നപ്പോൾ പട്ടാള വേഷം അഴിച്ചു വെച്ചിട്ട് സിവിലിയൻ ഡ്രസ്സിൽ സാധാരണ പാൻറ്റും ഷർട്ടും ഇട്ടാണ് മുനീർ സ്വീകരിച്ചത്. അപ്പോൾ
രണ്ട് തരത്തിലാണ്. ഒന്ന് സൗഹൃദവും മറ്റൊന്ന് ഔദ്യോഗികവും. അങ്ങനെയാണ്. അപ്പോൾ മറ്റേത് എന്താണെന്ന് വെച്ചാൽ ഈ ഗാലിബാഹു എന്ന വിമാനത്തിൽ തന്നെ 168 കുട്ടികളെ അവിടെ മിനാബിൽ സ്കൂൾ തകർത്ത് അമേരിക്ക കൊന്നിരുന്നല്ലോ. ബാക്കി സീറ്റുകൾ ഉണ്ടല്ലോ ഓക്യുപ്പൈ ചെയ്യാത്തത് വിമാനത്തിൽ, ആ സീറ്റിൽ ഓരോ സീറ്റിലും ഓരോ കുട്ടിയുടെ പടം വെച്ചിട്ടാണ് ഈ ഗാലിബാഫ് ചർച്ചയ്ക്ക് വന്നത് തന്നെ. അപ്പം തന്നെ അറിയാം അമേരിക്കയ്ക്കുള്ള സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഈ വന്നതിൻ്റെ ഉദ്ദേശം എന്നറിയാം. പാകിസ്ഥാൻ വലിയ തകർച്ചയിലേക്കാണ് പോകാൻ പോകുന്നത്. അതായത് ഇറാൻ എന്തായാലും പിൻവാങ്ങാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ച് നോക്കിയാൽ കത്തിത്തീരുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ മറ്റവർക്കെതിരെ കത്തിക്കാൻ പറ്റുന്നത് കത്തിക്കുക. ഈ വാൻസിന്റെ പ്രസംഗത്തിന് ശേഷം ഇറാന്റെ പ്രതികരണം അത് പറഞ്ഞില്ലല്ലോ. ഇറാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ യുദ്ധത്തിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഞങ്ങൾ ചർച്ചയിൽ അമേരിക്കയോട് പറഞ്ഞു. ഞങ്ങളാണ് ജയിച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ അവരോട് പറഞ്ഞു. പക്ഷെ അമേരിക്കയ്ക്ക് അമേരിക്കയാണ് ജയിച്ചത് എന്ന് വരുത്തണം. അതിന് നിന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.